എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വാങ്കഡെ സ്റ്റേഡിയത്തിൽ അവസാന വിക്കറ്റും നിലം പതിച്ചപ്പോൾ ചെന്നൈയുടെ 103 റൺസിന്റെ കൂറ്റൻ വിജയത്തിന്മേൽ ഔദ്യോഗിക മുദ്ര പതിഞ്ഞ ആ നിമിഷം ഗാലറികളൊന്നാകെ ആവേശത്തിന്റെ പരകോടിയിലായിരുന്നു. ചെകിടടുപ്പിക്കുന്ന ഹർഷാരവങ്ങളാൽ ആ സ്റ്റേഡിയം മുഴുവൻ വിജയത്തിന്റെ ഉന്മാദത്തിൽ മുങ്ങിത്താഴ്ന്നു. എന്നാൽ അവിടുത്തെ ക്യാമറ കണ്ണുകൾ പതിഞ്ഞത് സ്കോർബോർഡിലെ ആ വമ്പൻ സംഖ്യകളിലായിരുന്നില്ല, മറിച്ച് മൈതാനത്തിന്റെ മധ്യത്തിൽ അരങ്ങേറിയ 150 വർഷത്തെ ക്രിക്കറ്റ് ചരിത്രത്തിന്റെ സകല മര്യാദകളെയും കീഴ്വഴികളെയും മറ്റൊരു അത്യുന്നത തലത്തിലേക്ക് ഉയർത്തിയ ഒരു അപൂർവ ദൃശ്യത്തിലായിരുന്നു. ഏതൊരു സൂപ്പർ ഹിറ്റ് സിനിമയുടെയും ക്ലൈമാക്സിന് വെല്ലുന്നത്ര വൈകാരികവും അവിസ്മരണീയവുമായിരുന്നു ആ കാഴ്ച. മത്സരം അവസാനിച്ചയുടൻ കളിക്കളത്തിലെ ഇന്നത്തെ യഥാർത്ഥ മഹാകാവ്യത്തിലെ നായകൻ, നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ, തന്റെ സെഞ്ചുറിയും ടീമിന്റെ ചരിത്ര വിജയവും ആഘോഷിക്കാൻ കാത്തുനിൽക്കാതെ തന്റെ ബാറ്റ് നിലത്തുവെച്ച് നേരെ ഓടിയത് മുംബൈ ഇന്ത്യൻസിന്റെ ക്യാമ്പിലേക്കാണ്. സഞ്ജുവിന്റെ ലക്ഷ്യം വിജയകിരീടമായിരുന്നില്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള ഓരോ ക്രിക്കറ്റ് ആരാധകന്റെയും ശിരസ് അഭിമാനത്താൽ ഉയർത്തിപ്പിടിക്കാൻ പോകുന്ന ആ വലിയ ആദരവായിരുന്നു. മത്സരത്തിലെ അവസാന പന്തും എറിഞ്ഞു തീർന്ന് വാങ്കഡെ മൈതാനത്ത് ചെന്നൈയുടെ ചരിത്ര വിജയത്തിന്റെ ആരവം അലയടിച്ച അതേ നിമിഷത്തിൽ തന്നെ സഞ്ജു ചെയ്ത ആ പ്രവൃത്തി കളിയുടെ മത്സരഫലങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കി മാറ്റുകയായിരുന്നു. തന്റെ ടീമിന്റെ തോൽവിയിൽ നേരിയ നിരാശയോടെയും മ്ലാനതയോടെയും മാറി നിന്ന ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ അടുത്തേക്കാണ് സഞ്ജു പാഞ്ഞെത്തിയത്. ചുറ്റും ക്യാമറകൾ മിന്നിത്തിളങ്ങുമ്പോൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകർ തത്സമയം നോക്കി നിൽക്കെ ഒരു നിമിഷം പോലും വൈകാതെ യാതൊരുവിധ സങ്കോചവുമില്ലാതെ സഞ്ജു ശർമ്മയുടെ കാൽ തൊട്ടു വന്ദിച്ചു. സഞ്ജുവിന്റെ തീർത്തും അപ്രതീക്ഷിതവും വിനയാൻവിതവുമായ ഈ പ്രവൃത്തി കണ്ട് സാക്ഷാൽ രോഹിത് ശർമ്മ പോലും ഒരു നിമിഷം സ്തംഭിച്ചുപോയി. തന്നെ എതിർത്തു കളിച്ച ഒരു താരത്തിന്റെ ഈ ആദരവ് അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചു. എങ്കിലും പെട്ടെന്ന് തന്നെ സമനില വീണ്ടെടുത്ത രോഹിത് സഞ്ജുവിനെ ഇരു കൈകളും നീട്ടി ചേർത്തു പിടിക്കുകയും വലിയ വാത്സല്യത്തോടെ ആ ശിരസിൽ കൈവച്ച് ഈ ഗംഭീര വിജയത്തിന് ഹൃദയം നിറഞ്ഞ അനുഗ്രഹം നൽകുകയും ചെയ്തു. ഇത് കേവലം ഒരു സീനിയർ കളിക്കാരനും ജൂനിയർ കളിക്കാരനും തമ്മിലുള്ള കേവലം ഒരു കൂടിക്കാഴ്ചയായിരുന്നില്ല, മറിച്ച് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ഈ മൈതാനത്ത് രോഹിത് ശർമ്മ പടുത്തുയർത്തിയ ആ മഹത്തായ പാരമ്പര്യത്തോടും അദ്ദേഹത്തിന്റെ അതുല്യമായ ക്യാപ്റ്റൻസിയോടും ഉള്ള അതിരറ്റ ആദരവായിരുന്നു. തന്റെ അത്യുജ്വലമായ ബാറ്റിംഗ് മികവുകൊണ്ട് ഇന്ന് ഗ്രൗണ്ടിൽ രോഹിത്തിന്റെ ടീമിനെ പരാജയപ്പെടുത്തിയെങ്കിലും രോഹിത്തിനോട് തന്റെ മനസ്സിലുള്ള അചഞ്ചലമായ ഭക്തിക്കും ബഹുമാനത്തിനും യാതൊരു കുറവുമില്ലെന്ന് സഞ്ജു ഇന്ന് ലോകത്തിനു മുന്നിൽ അടിവരയിട്ട് തെളിയിച്ചു. വാങ്കഡെ സ്റ്റേഡിയത്തിലെ കാണികളും അവിടെ സന്നിഹിതരായിരുന്ന മറ്റു കളിക്കാരും സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ ആ വൈകാരിക നിമിഷത്തിന്റെ ആഘാതത്തിൽ നിന്നും പൂർണ്ണമായും മുക്തരാകുന്നതിനു മുൻപ് തന്നെ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ ഇതിഹാസം മഹേന്ദ്ര സിംഗ് ധോണി ശാന്തമായ ചുവടുകളോടെ അവിടേക്ക് കടന്നുവന്നു. ആരുമറിയാതെ പിന്നിലൂടെ എത്തിയ ധോണി സഞ്ജു സാംസനെ അതിയായ സ്നേഹത്തോടെയും അഭിമാനത്തോടെയും ഇറുകെ കെട്ടിപ്പിടിച്ചു. തന്റെ ശിഷ്യന്റെ ഏറ്റവും വലിയ നേട്ടത്തിൽ ഒരു ഗുരുവിലുണ്ടാകുന്ന സകല വാത്സല്യവും ആശ്വാസവും പൂർണ്ണതയും ധോണിയുടെ ആ ആലിംഗനത്തിൽ വ്യക്തമായി കാണാമായിരുന്നു. അന്നേരം ആ മൈതാനത്തെ കാഴ്ച ഏതൊരു കായിക പ്രേമിയുടെയും കണ്ണുകളെ ഈറനണിയിക്കുന്ന ഒന്നായിരുന്നു. ഒരു വശത്തെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസമായ രോഹിത് ശർമ്മയുടെ പാദങ്ങളിൽ പ്രണമിക്കുന്ന സഞ്ജു, മറുവശത്തെ ലൂഡോ ക്രിക്കറ്റിലെ ഇതിഹാസ നായകനായ മഹേന്ദ്ര സിംഗ് ധോണിയുടെ കരുത്തുറ്റ കൈകളിലെ സുരക്ഷിതത്വത്തിൽ ലയിച്ചു നിൽക്കുന്ന അതേ സഞ്ജു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സുവർണ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ചതും അവിസ്മരണീയവുമായ ഒരു അപൂർവ ഫ്രെയിമെന്നാണ് കായിക ലോകം ഇതിനെ ഇപ്പോൾ വാഴ്ത്തുന്നത്. സഞ്ജുവിന്റെ 101 റൺസിന്റെ ആ അപരാജിത ഇന്നിംഗ്സിന്റെ മുഴുവൻ ക്ഷീണവും അകറ്റാനെന്നോണം ധോണി അദ്ദേഹത്തെ വളരെ നേരം തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ നിമിഷങ്ങൾക്കിടയിൽ ധോണി സഞ്ജുവിന്റെ കാതിൽ വളരെ പതുക്കെ ചില രഹസ്യവാക്കുകൾ മന്ത്രിച്ചു. ആ വാക്കുകൾ കേട്ടയുടനെ സഞ്ജു സാംസണിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അദ്ദേഹത്തിന്റെ മുഖത്ത് അലയടിച്ച വികാരങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു: താൻ നേടിയ ഈ ചരിത്ര സെഞ്ചുറിയും ടീമിന്റെ ഈ വമ്പൻ വിജയവും ഈ രണ്ട് ഇതിഹാസങ്ങളുടെ സ്നേഹത്തിനും അനുഗ്രഹത്തിനും മുന്നിൽ വളരെ ചെറുതാണെന്ന് സത്യം. ക്രിക്കറ്റ് എന്നത് കേവലം ബൗണ്ടറികളുടെയും സിക്സുകളുടെയും മാത്രം കളിയല്ല, മറിച്ച് തലമുറകളോളം ഓർമ്മിക്കപ്പെടുന്ന സംസ്കാരത്തിന്റെയും ഗുരുശിഷ്യ പരമ്പരയുടെയും അചഞ്ചലമായ പരസ്പര ബഹുമാനത്തിന്റെയും മഹത്തായ ഒരു പൈതൃകം കൂടിയാണെന്ന് വാങ്കഡയിലെ ആ രാത്രി ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.